അപ്പൊ നമ്മളെ യുദ്ധത്തിനിടയ്ക്ക് വൻ ഭീഷണിയോടുകൂടി ആടിങ്ങ വരുവാണ്. യുദ്ധത്തിനിടയ്ക്ക് യുദ്ധം മാത്രം പോരല്ലോ, നമുക്ക് കുറച്ച് ഫണ്ണും വേണ്ടേ, കുറച്ച് തമാശയും. അങ്ങനെ നമ്മൾ അതിനെ നോക്കിയിരുന്നാൽ നമ്മുടെ ലൈഫ് അങ്ങനെ വേറെ രീതിയിൽ പോകണം. അങ്ങനെയാണ് വിജയബാബുവിൻ്റെ ഒരു കോൺഫിഡൻസ്. നിങ്ങളെ യുദ്ധത്തെക്കുറിച്ച് പറയുകയാണ്, പക്ക കോൺഫിഡൻസ് ആണ്. കാരണം ഈ ഒരു കാലത്ത് പിന്നെ ഇങ്ങനത്തെ ഒരു സമയത്ത് ഈ ഒരു സിനിമ ഇറങ്ങുമോ, അത് ഇത്രയും ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. ആട് 3 മാത്രമല്ല, നമ്മൾ ജയസൂര്യയുടെ ഒരു എൻ്റർടൈനിങ് സംഭവം കണ്ടിട്ട്, ജയസൂര്യയുടെ ഒരു സിനിമ കണ്ടിട്ട് എത്ര നാളായി. അപ്പം പുള്ളിയുടെ ബാക്കി സംഭവങ്ങളൊക്കെ മാറ്റിക്കട്ടെ, പുള്ളിയുടെ എൻ്റർടൈനിങ് വാല്യൂ. പിന്നെ ഷാജി പാപ്പൻ ഏതാ ക്യാരക്ടർ, നമ്മുടെ മലയാള സിനിമയിൽ ഒരു എന്താണ് ഐക്കണിക് ക്യാരക്ടർ അല്ലേ. ഇപ്പം മംഗലശ്ശേരി നീലകണ്ഠൻ, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ജോസഫ് അലക്സ്, അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിക്ക് നമ്മുടെ എന്താണ് ഒരു പോലീസ് വേഷങ്ങളൊക്കെ പറയുന്ന പോലെ ജയസൂര്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്, ഷാജി പാപ്പൻ. മലയാള സിനിമയിൽ തന്നെ ഒരു ഐക്കോണിക് ക്യാരക്ടറാണ് ഷാജി പാപ്പ. മാത്രമല്ല, ഇതിൽ വരുന്ന ഓരോ കഥാപാത്രത്തിനും പ്രത്യേക BGM. അത് മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു പരീക്ഷണമായിരുന്നു. അതായത് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ BGM. അപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു ആവേശം ഇപ്പോഴും ഉണ്ട്. കാരണം കുറച്ചുകൂടെ ഒന്നും വേറൊരു മോഡലിൽ ചിലപ്പോൾ ഷാൻറഹ്മാൻ പിടിച്ചിട്ടുണ്ടാവും. ഇവരുടെ സെയിം സാധനം തന്നെ, അത് സാത്താൻ സേവ്യർ ആണെങ്കിലും ആശാനാണെങ്കിലും സച്ചിനാണെങ്കിലും അത് അറക്കലബു ആണെങ്കിലും, ഇവരൊക്കെ തിയേറ്ററിൽ ഒരാളുടെ എൻട്രി തന്നെ മതിയല്ലോ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രതീക്ഷ എന്തായാലും സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ അതിനകത്തൊരു കൗതുകം തോന്നിയില്ല. ഒരു കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, പഴയ കാലഘട്ടം, ഈ പുതിയ കാലഘട്ടം. അത് കാണിക്കുമ്പോൾ എന്താണ് അത് സിനിമയ്ക്കകത്ത് പറയുന്നത്, അതെങ്ങനെയാണ് അവർ ഘടിപ്പിച്ചിരിക്കുന്നത്. ഡ്യൂഡിനെ വിട്ടുപോയി പറയാൻ, അങ്ങനെ ക്യാരക്ടേഴ്സിനെ വിട്ടു. അതായത് ഇത് ഓരോ ക്യാരക്ടേഴ്സും വിട്ടുപോയാലും ചിലപ്പോൾ പറയും നീ അയാളെ പറഞ്ഞില്ല ഇവനെ പറഞ്ഞില്ല. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും ഫാൻ ബേസ് ഉള്ള ഒരു പ്രത്യേകതര സിനിമയാണ് ആട്. അതിനെപ്പോഴും ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും സാറ്റലൈറ്റിലൂടെ വൻ ഹിറ്റായി. സെക്കൻഡ് പാർട്ട് ഗംഭീര ഹിറ്റായി. അപ്പോൾ മൂന്നാം പാർട്ട് അവർ വേറൊരു രീതിയിലാണ് മിഥുൻ മാനുവൽ 2 കാലഘട്ടമൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഫൺ എന്തായാലും സിനിമയ്ക്കകത്തുണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു സ്നേക്ക് പീക്ക് ഇതിനിടയ്ക്ക് ഇറങ്ങിയല്ലോ, ഇന്നലെ ഇറങ്ങി അറക്കലബുവിൻ്റെ ഒരു സീൻ. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ സിനിമയുടെ ഒരു വൈബിലേക്ക് വന്നു. പിന്നെ ഒരുപിടി പുതിയ ക്യാരക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫുക്രു ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെ 1-2 നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള 1-2 താരങ്ങൾ, പുതിയ താരങ്ങൾ വെട്ടിയാർജി ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവർക്കൊക്കെ ഉള്ള റോൾ എന്തായിരിക്കും. എല്ലാവരും ഇതിനകത്തൊരു ഫണ്ണി ക്യാരക്ടറാണല്ലോ, അങ്ങനെ സീരിയസ് മോഡിൽ കാണേണ്ട സിനിമയല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്, ഈ യുദ്ധത്തിൻ്റെയും ഇതിൻ്റെ ടെൻഷനിൽ ഇപ്പോൾ ദുരന്തറും ഒരു അത് ആക്ഷൻ മൂവിയാണ്, പക്ഷേ ഇതൊരു ഫൺ മൂവിയാണ്. അതുകൊണ്ട് അത് ഒരിക്കലും കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ വരുന്നില്ല. കാരണം ഇത് രണ്ടും 2 സിനിമകളാണ്. അപ്പോൾ രണ്ടിനും അതിൻ്റേതായ ഓഡിയൻസ് വേറെ രണ്ടും കാണുന്ന ഓഡിയൻസ് ഉണ്ട്. ഞാനടക്കം രണ്ടും കാണാൻ കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ ആട് 3 ഒരു ഗംഭീര ഹിറ്റ് ആവട്ടെ. കാരണം നമ്മൾ പിന്നല്ലേ വിജയബാബുവിൻ്റെ ധൈര്യത്തിന് മാത്രമല്ല, അത് നമ്മുടെ ഒരു സന്തോഷമല്ലേ. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം നമ്മൾ പോലുള്ള സിനിമാ പ്രേമികൾക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വർഷം തന്നെ നമുക്ക് അങ്ങനെ ഒരു ഉല്ലസിക്കാനുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു എൻ്റർടൈനർ പാക്കേജായിട്ട് സിനിമകൾ വന്നിട്ടില്ല. കാരണം നമ്മുടെ മലയാളത്തിൽ നിന്ന് കൂടുതൽ ഒരു ത്രില്ലർ, മിസ്റ്ററി, ഡാർക്ക് മൂഡിലുള്ള പടങ്ങളായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ ലൈറ്റ് എൻ്റർടൈനർ, ഒരു പാട്ടൊക്കെ വെച്ച് നമുക്ക് തിയേറ്ററിനകത്ത് ഒന്ന് എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന വൈബ് പടങ്ങളും. അത് പിന്നെ ഹോളിഡേ സീസണാണല്ലോ വരുന്നത്, സമ്മർ ഹോളിഡേ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒന്ന് ആർത്തുല്ലസിക്കാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവൽ മൂഡ് പടമായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം തന്നെ രാവിലത്തെ ഷോ തന്നെ കാണാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോ. എൻ്റെ ഐഡിയയിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കിട്ടാത്ത രീതിയിലേക്ക് ആട് 3 മാറും. നമ്മുടെ ഷാജി പാപ്പാൻ്റെ വണ്ടിയിലേക്ക് കിടക്കുന്നത് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം ഇത്രത്തോളം ഹൈപ്പ് കയറിയുള്ളൊരു സിനിമ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിട്ടില്ലല്ലോ. ഭയങ്കര പ്രതീക്ഷയുണ്ട്. കാരണം വലിയ വിജയം തന്നെയാണ് പ്രതീക്ഷ. ജോണർ ഷിഫ്റ്റ് അവർ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഒരു വിജയബാബു ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ. അപ്പോൾ വലിയ പ്രതീക്ഷകളുണ്ട്. ഗംഭീര വിജയമാവട്ടെ. ഷാജി പാപ്പാൻ രൺവീർ സിംഗിനെ അടിച്ചിട്ടിട്ട് കോടികളെ കളക്ഷൻ. യുദ്ധം വരാൻ പോണത് 2 പടം ഏതാ? ഒന്ന് ദുരന്തർ, പിന്നെ ഏറ്റവും നല്ല ഇറാനും അമേരിക്കയ്ക്ക് വരെ ആദ്യമായിട്ടൊരു മലയാള സിനിമ ചങ്ക് വിരിച്ചു. ശരി, ഈ സമയത്ത് ഇറക്കണമെങ്കിൽ നല്ല റിസ്ക് വേണം. കാരണം ദുരന്തർ വലിയ റിസ്ക് എടുത്തിട്ടില്ല. അതേപോലെ തന്നെ റിസ്ക് എടുത്തിട്ടുള്ള ഒരു മലയാള സിനിമയാണ് ആടും. കാരണം അത് വിജയബാബുവിനെ സമ്മതിച്ചേ പറ്റും പ്രൊഡ്യൂസർ നിലയിൽ. കാരണം എന്തെങ്കിലും ഇതിൽ പാളി കഴിഞ്ഞാൽ കോടികൾ നഷ്ടമാണ്. സമ്മതിച്ച് പടം ഗംഭീര ഹിറ്റാവും ഉറപ്പാ. ആളെ തിരക്ക് കണ്ടോ പടത്തിന്. അല്ലാണ്ട് അവർ ഈ വണ്ടി കൊണ്ടിട്ട് ഇവിടെ പ്രൊമോഷൻ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യൂ. അത്ര അവർക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇത്ര വലിയ പ്രശ്നം നടക്കുന്ന സമയത്തും ഈ പടം ഇറങ്ങുമ്പോൾ നല്ല വലിയ കോടികളെ കളക്ഷനിലേക്ക് 100% പോകും. ഷാജി പാപ്പാൻ കോടി ക്ലബിലാവും. കോടി ക്ലബിൽ വരും ഷാജി പാപ്പാൻ, ഷൂറാ. നല്ല കളക്ഷൻ കിട്ടും. അവൻ്റെ റേഞ്ച് മാറിയിട്ടുണ്ടെന്ന്. നമ്മുടെ വിനായകൻ ഇപ്പോൾ ഒരു അടുത്ത് പടത്തിന്റെ പ്രൊമോഷന്റെ പരിപാടിയിലൊക്കെ കണ്ടില്ലേ, ആളെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. കുറച്ച് കത്തും, സാധനം കത്തും, കോടികളടിയിട്ടെ.